അപ്പോൾ അത്രയും സമയം അവിടെ സംഭവിച്ചു, അത് പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം തന്നെത്താൻ പറയുമ്പോൾ ആ പറയുന്നതിനകത്ത് കുറച്ചും കൂടി പരിശോധന ഉണ്ടാവും. അങ്ങനെ ഉള്ളു. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രാവശ്യം പറയുന്നു, രണ്ടാമത് പറയുമ്പോൾ നമ്മൾ തന്നെ പരിശോധിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അത് കൂടുതലും നമ്മളോട് താല്പര്യമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് അത് കൂടുതൽ പ്രവർത്തിക്കുന്നത്. നമ്മളോട് താല്പര്യമുള്ളവരുടെ പ്രസൻസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം. അപ്പം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആവശ്യം. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എന്നോട് താല്പര്യമുള്ള ഒരാളുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അയാൾ അതിനെ കുറച്ചും കൂടി മനോഹരമായിട്ട് തിരിച്ച് പ്രതികരിക്കും. അത് എനിക്ക് പ്രാപ്തിയിലോട്ട് കൊണ്ടുപോകാൻ, എൻ്റെ ശ്രദ്ധ എന്നിലെ സവിശേഷതയിലോട്ട് കൊണ്ടുപോകത്തക്ക വിധത്തിൽ എന്നെ ഒരുക്കും. അപ്പം നമ്മൾ മാതാപിതാക്കൾ എന്ന് പറയുന്നത്, നമ്മൾ ഉള്ളു തുറന്ന് മാതാപിതാക്കളോട് സംസാരിച്ചാൽ അവരുടെ പ്രതികരണത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം എത്രത്തോളം ഉണ്ട് എന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ പറഞ്ഞത് തന്നെയാണോ എൻ്റെ അമ്മ, അതോ അതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ആ പരിശോധനയിൽ രണ്ട് കാര്യം മനസ്സിലാകണം. ഒന്ന്, എനിക്ക് സമാധാനമുണ്ട്, എന്നിൽ അസ്വസ്ഥത വർദ്ധിക്കുന്നില്ല. ഇനി നമ്മൾ ആരോടാണെങ്കിലും, മറ്റൊരു വ്യക്തി, ഏത് വ്യക്തിയുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ മനസ്സമാധാനം വിട്ടിട്ടാണോ ഞാൻ തുടർന്ന് ചെയ്യുന്നത്? ആ വിടാതെ സമാധാനത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾക്ക് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ നിന്നാണ് നമ്മളെ കൂടുതൽ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ കിട്ടേണ്ടത്. നിർഭാഗ്യവശാൽ മാതാപിതാക്കൾ തന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നീ പഠിച്ച് വലുതാകണം, നീ പഠിച്ച് നന്നാകണം, നീ മറ്റുള്ളവരെക്കാൾ നന്നാകണം എന്നൊക്കെയുള്ള ചില ആശയങ്ങൾ കുത്തിവെച്ച് കൊടുക്കുന്നത് കൊണ്ട് കുട്ടിയുടെ കുട്ടിത്തം ആരംഭത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ആ ശൈശവം ആരംഭത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ശൈശവത്തിലാണ് നമ്മളാകാനുള്ള കാരണത്തെ നമ്മളിലോട്ട് അനായാസം കൊണ്ടുവരാൻ സാധിക്കുന്നത്. ശൈശവം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് വ്യക്തിത്വ ബോധം നിലനിർത്താൻ കഷ്ടപ്പെടേണ്ടി വരും. കാരണം സാമൂഹ്യ പ്രതിബദ്ധത, അറിഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രയത്നത്തിൻ്റെ പരാജയ ഭീതി ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടുമ്പോൾ ആ വ്യക്തിയായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തനിയെ കപടതകൾ ഉണർന്നു വരും. കാരണം നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു വല്ലാത്ത ഭീതിയാണ്. അത് ഉണരുന്നത് ഉപബോധ മനസ്സിൽ നിന്നാണ്. ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ പരാജയപ്പെട്ടു. എവിടെ പരാജയപ്പെട്ടു? അമ്മയുടെ മുന്നിൽ, അച്ഛൻ്റെ മുന്നിൽ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ നിർവീര്യം ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് വളർന്നു വരുമ്പോൾ അത് വളരും. നമ്മളല്ല വളരുന്നത്. കൂടുതലും ഉണ്ടായിട്ടുള്ള ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ചില കേടുപാടുകളും നമ്മുടെ ഒപ്പം വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല, ഇന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, നാളെയും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചുറ്റുപാടുമുള്ള കാര്യങ്ങളാണ് തീരുമാനമെടുക്കുന്നതെന്നുള്ളൊരു പശ്ചാത്തലത്തിലൂടെ തനിയെ തള്ളപ്പെടുകയാണ്. ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ മനോഹരമായിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ ഉണ്ടാകാനുള്ള കാരണമെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ ചുറ്റുപാടും കാണുന്ന അവസ്ഥ നിലനിൽപ്പുണ്ട്, എനിക്ക് നിലനിൽപ്പില്ല. കാരണം എൻ്റെ ഉള്ളിൽ എപ്പോഴും ആശങ്കയും ഭയവും ഉത്കണ്ഠയും കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുഃഖവും രോഗവും. എനിക്ക് ഒരു സ്ഥലത്തും സ്ഥാനമില്ല. ചെറുപ്പത്തിൽ, ശൈശവത്തിൽ, ഒരുപക്ഷെ അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഗർഭം കൊള്ളുന്നതിന് മുന്നേ തന്നെ ശരീരം, അമ്മയുടെ ശരീരം, പിതാവിൻ്റെ ശരീരം ഒക്കെ വളരെ മാനസികമായിട്ടുള്ള സംഘർഷാവസ്ഥയിൽ ഇരുന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് അതിൻ്റേതായിട്ടുള്ള
എല്ലാം സ്വാധീനിക്കും. വളരെയധികം സംഘർഷാവസ്ഥയിലുള്ള ഒരു തലമുറയിൽ നിന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ കുട്ടികളിൽ പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറത്തോട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് കണ്ടെത്തി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാരണങ്ങൾ എന്താണ് എന്നെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ആഴത്തിൽ മനസ്സിലാക്കണം. അത് എത്രത്തോളം ആഴത്തിലോട്ട് പോകുന്തോറും അതിൻ്റെ ആഴം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ആഴം കൂടുമ്പോൾ നമുക്ക് ആഴത്തിലോട്ട് പോകാനുള്ള താല്പര്യം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം നമ്മൾ ഭൗതിക തലത്തിൽ സാമൂഹികമായിട്ട് നമ്മൾ വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാകും. അങ്ങനെ എടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കടപ്പാടുകളും നമ്മൾക്ക് പ്രിയമെന്ന് തോന്നുന്ന പലതും വിടേണ്ടി വരും. അത് വിട്ടാൽ മാത്രമേ നമ്മളിലുള്ള ചില അനുഭവങ്ങളുടെ ആഴത്തിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ.